വെൽക്കം ടു മൈ ചാനൽ ഷീബാസ് രുചിയിടം. ഇന്ന് ഞാനൊരു ചിക്കൻ ഡിഷാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റി ആയിട്ട് അധികം സ്പൈസി അല്ലാത്ത രീതിയിലുള്ള ഒരു ചിക്കൻ തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇട്ടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ചിക്കൻ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ ബോൺലെസ് ചിക്കൻ നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. അതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കരിവേപ്പില, പകുതി നാരങ്ങയുടെ നീര്. ഇത്രയും ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പ്രഷർ കുക്കർ അടച്ച് 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കണം. തോരൻ തയ്യാറാക്കാനായിട്ട് 25 ചെറിയ ഉള്ളി ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. 1 സവാള നല്ലവണ്ണം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ. ഇനി അതിലേക്ക് വേണ്ട സ്പൈസസ്: ഗ്രാമ്പൂ, പട്ട, ഇഞ്ചി, പെരിഞ്ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഒരു മിക്സി ജാറെടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രാമ്പൂ, പട്ട, പെരിഞ്ജീരകം, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഒന്ന് അരച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ ചിക്കൻ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഒരു കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ബോൺലെസ് ചിക്കൻ ആണല്ലോ. ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചതച്ചെടുത്ത ഉള്ളി അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. മഞ്ഞൾപ്പൊടി നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. ഇപ്പം നല്ലവണ്ണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. സവാളയ്ക്കുമൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ചിക്കൻ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്, അപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. പച്ചമണം നല്ലവണ്ണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സായി ഡ്രൈ ആയി വരണം. കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ കൂടി ഇടാം. കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് തുറന്നു വെച്ച് തന്നെ നമ്മൾ ഇളക്കി വെള്ളം മുഴുവൻ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വേണ്ടവർ കുറച്ച് നേരം കൂടി ഇട്ട് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻസ് ഒക്കെ അറിയിക്കണം. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.